ഹലോ, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. കൂട്ടുകാരെ, എന്താണ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോട് കൂടിയിട്ട് ഭയങ്കര മിന്നും. ഈ മിന്നാൻ കേട്ടോ ഒരു ആൺകുട്ടി പാടത്ത് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരണപ്പെട്ടത്. അത്രയും ശക്തിയായിട്ടുള്ള മിന്നും ഈ മഴ ഇല്ലാതെ മിന്ന് ഭയങ്കര എന്താണ് കേട്ടോ കുഴപ്പമാണ്. അപ്പോൾ കാറ്റും ഓലമടൽ തലങ്ങും വിലങ്ങും വീഴലും കറണ്ട് പോക്കും ഒരു കഥയായിരുന്നിട്ടാ. ഒരു മഴ ഉണ്ട് വരുന്നതിനുള്ള ആരവാണിട്ടൊക്കെ. ഈ കാറ്റാണിട്ട് എനിക്ക് ഏറ്റവും പേടി. എന്താ വെച്ചാൽ എന്തൊക്കെയാണ് പെരയുടെ മേലേക്ക് വീഴുക, അങ്ങനത്തെ ഒക്കെ ഒരു പേടിയാണ് കേട്ടാ. അങ്ങനെ വ്യത്യസ്ത രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ ജോലിനെയൊക്കെ ഒന്ന് കൊടന്ന് നമ്മളൊന്ന് മുൻവശത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഓൾക്ക് ഇറങ്ങണം കേട്ടോ. അപ്പോൾ ഓളെ ഒന്നാണ്ട് ഇറക്കി പിന്നെ മുറ്റൊക്കെ ഒന്ന് അടിച്ചിട്ട് പിന്നെ അടുക്കളയ്ക്ക് വന്നു. അപ്പം നമുക്ക് ക്യാബേജിൻ്റെ ഒരു തോര ഉണ്ടാക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയിട്ട് അതൊക്കെ ഒന്ന് അപ്പോൾ പുട്ടൊക്കെ ഒന്ന് നനച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് വറവിട്ടെടുക്കാൻ കേട്ടാ. പിന്നെ മുതിരയാണ് പുട്ടിലേക്ക് ഉണ്ടാക്കണത്. കുറേ ദിവസമായിട്ടാണ് പുട്ടും മുതിരയൊക്കെ കഴിച്ചിട്ട്. പിന്നെ ഞങ്ങളൊരു ദേശീയ പലഹാരം എന്ന് പറഞ്ഞാൽ ഈ പുട്ട് തന്നെയാണ് കേട്ടാ. പിന്നെ നമുക്ക് വേഗം വീട്ടമ്മമാർക്ക് വേഗം ഉണ്ടാക്കാനും ചിലർക്ക് പിട്ട് അങ്ങനെ ഉണ്ടാക്കില്ല അല്ലേ, വലിയൊരു ഇഷ്ടമില്ല അല്ലേ. അപ്പം ഞാൻ ഈ കല്യാണമായിട്ട് പൊടിച്ച പൊടിയാണ് കേട്ടോ. അപ്പം ഞാൻ എങ്ങനെയാണ് പൊടിച്ചതെന്ന് വെച്ചാൽ ഇവിടെ എന്നും ഈ അരിമിന്നെ വാങ്ങട്ടാ. അപ്പോൾ അത് തിന്ന് രസം പിടിച്ച കാരണം പിന്നെ വേറൊരു പൊടി നമുക്കണ്ട് പറ്റുന്നില്ലാതെയായി. പിന്നെ അജിമി തിന്നിട്ട് പിന്നെ അജിമിയോട് തന്നെ ഒരു ഇതായി. അപ്പോൾ ഞാൻ കല്യാണമായിട്ട് പിന്നെ പൊടിച്ചത് എങ്ങനെയാ വെച്ചാൽ 5 കിലോ അജിമിയുടെ പുട്ടുപൊടി മേടിച്ചിട്ട് ഒരു 5 കിലോ ചാക്കേരി പച്ചേരി കഴുകി ഉണക്കിയിട്ട് പൊടിച്ചിട്ട് ആ പൊടിയിൽ ഈ 5 കിലോ അജിമി മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടാ. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഇട്ടാ. അരിയുടെയും പിന്നെ എന്നാൽ നല്ല സോഫ്റ്റ് ആവണ പിട്ടും ആവും ഈ അജിമിയുടെ ഇത് അതിൽ ചേരുമ്പോൾ. അപ്പം അങ്ങനെ ചെയ്യാത്ത കൂട്ട്. അപ്പം ഞാനിങ്ങനെ ആലോചിക്കും എങ്ങനെ പുട്ടുവിട്ടാലും അപ്പം ശരിയാവും. അപ്പം മോളൊക്കെ പറയും നിങ്ങൾ മുന്നേ അരി പൊടിച്ചിട്ടൊക്കെ പുട്ടുവിട്ടിരുന്നാലും. പക്ഷേ എങ്ങനെയോ എങ്ങനെ ഉണ്ടാക്കിയാലും ആ ഒരു നമുക്ക് ആ ഒരു ടേസ്റ്റും ആ ഒരു സോഫ്റ്റും കണ്ട് കിട്ടണില്ല കേട്ടോ. അങ്ങനെയാണ് ഇപ്പം ഞാൻ ഈ 5 കിലോ അജിമിയുടെ പൊടിയും 5 കിലോ അരിപ്പൊടിയും കൂടി മിക്സാക്കി വെച്ച് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ടില്ല. അത് ഞാൻ കുറച്ച് നേരത്തെ കുറച്ച് വെള്ളാണ്ട് ചേർത്ത് നല്ല ലൂസാക്കിയിട്ടാണ്ട് വെച്ചാൽ പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ നേരത്തേക്ക് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ ഒന്ന് പൊടിച്ചെടുത്തിട്ട് നമുക്ക് ചുട്ടെടുത്താൽ മതി. അപ്പോൾ അതേപോലെയാണ് കേട്ടോ. അപ്പം എനിക്കിപ്പോൾ അതൊരു ഇഷ്ടമായി. അപ്പോൾ അതേപോലെയാണ് ഇപ്പോൾ ഞാൻ പുട്ടുണ്ടാക്കണത് കേട്ടോ. പുട്ടുപൊടി തീർന്നിട്ടൊന്നുമില്ല. അപ്പം അങ്ങനെ ക്യാബേജൊക്കെ ഒന്ന് ഒരടുപ്പത്ത് ക്യാബേജും ഉണ്ടാക്കുന്നുണ്ട്. ചോറ് മുറ്റത്ത് അടുപ്പത്തുണ്ട് കേട്ടോ. പുട്ടും നിറച്ച് വെച്ചിട്ടുണ്ട്. പിന്നെന്താണ് കൂട്ടുകാരെ, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഇനി നിങ്ങളെയൊക്കെ സപ്പോർട്ടൊക്കെ വേണം. പിന്നെ വീഡിയോ ഒക്കെ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടൊക്കെ ചെയ്യട്ടാ. അപ്പം നമ്മളെ ട്രൈപോഡ് ഞാൻ പറഞ്ഞല്ലോ അടുപ്പത്ത് വയ്ക്കുന്ന ഒരു ട്രൈപോഡ് ഉണ്ടായിരുന്നു, അത് പൊട്ടിയെന്ന്. അപ്പം ഞാൻ മറ്റേ ട്രൈപോഡിൻ്റെ ഇത് മറ്റേ ഇത് മെലിക്കിട്ടിട്ട് ഇതിപ്പോൾ ഞാൻ റെഡിയാക്കി എടുത്തിട്ടാ. അങ്ങനെ നമുക്ക് കഴിഞ്ഞ ദിവസം ഏട്ടൻ മത്തി കൊടുന്നിട്ടാ. മത്തി മുളക് ഇട്ടിട്ട് ഒരു രസമില്ല, കള് പോലത്തെ ഒരു മത്തിട്ടാ. അതിലിടയ്ക്ക് നല്ലതും ചിലയിടത്തൊക്കെ കിട്ടുന്നുണ്ട്, പക്ഷേ ഒരു സ്വാദും ഇല്ല. അപ്പം ഇന്ന് എന്തായാലും ചെറിയ ഉള്ളി കൊടുക്കുന്നുണ്ടായിരുന്നു, ഒരു 1/2 കിലോ. അപ്പം ഇന്ന് ഞാൻ ഉള്ളിത്തീയൽ ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പം നമ്മളെ വറുത്ത തേങ്ങ ഉണ്ടല്ലോ, അത് ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം മുളക് പൊടി, പിരിയമുളകിൻ്റെ പൊടി കേട്ടാ, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ല ഒന്നുണ്ട് മൂപ്പിച്ച് ബ്രൗൺ നിറാക്കി എടുത്തുകൊണ്ട് കേട്ടാ. പിന്നെ ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു 1/4 ടീസ്പൂണ് ഉലുവ ഒന്ന് പൊട്ടിച്ചെടുക്കുക. എന്നിട്ട് ഒരു പാത്രം ചെറിയ ഉള്ളി തോല് കളഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടാ, അതാണ്ട് ഇട്ട് കൊടുത്ത്. അത് മുറിച്ചിടുന്നൊന്നുമില്ല കേട്ടാ. ഇതേപോലെ കറിയുന്നിടത്ത് കഴിക്കാനാണ് ടേസ്റ്റ് കേട്ടാ. അപ്പോൾ ഇതേപോലെ ഉള്ളിത്തീയൽ വയ്ക്കാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കിയിട്ട് ഒരു രക്ഷയില്ല. നമുക്ക് വേറൊരു കറി വേണമെന്നില്ല കേട്ടാ, അത്രയും സ്വാദായിരുന്നു. അപ്പോൾ അതങ്ങനെ വാടി വരുമ്പോൾ ഒരു 2 പച്ചമുളകും മുറിച്ചിട്ട് കൊടുത്തുണ്ട് കേട്ടാ.
പിന്നെ ഈ ഉള്ളി ഒരു പ്രത്യേക സ്വാദ് തന്നെയാണ് കേട്ടോ. കറി ഉണ്ടാക്കിയിട്ട് വെച്ചിങ്ങനെ ഇവിടെ മുന്നേ ചെറിയ ഉള്ളി കൊണ്ടൊന്ന് ഉള്ളി കറി വെച്ചോളിയിട്ടാന്ന് പറയും. അപ്പം അത് പരിപ്പൊക്കെ ഇട്ടിട്ടൊരു സാമ്പാറാണ് വെക്കുക. ഇതിപ്പോൾ പരിപ്പൊന്നും ഇടാത്ത ഒരു ഉള്ളിത്തീയലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. പരിപ്പൊക്കെ ഇട്ടിട്ട് സാമ്പാർ പൊടിയൊക്കെ ഇടുമ്പോൾ അത് ഉള്ളി സാമ്പാറായിട്ടാ. പക്ഷേ ഇത് പരിപ്പൊന്നും ചേർക്കാതെയാണ് കേട്ടോ അപ്പം ഞാൻ ഉണ്ടാക്കുന്നത്. ആ ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നപ്പോൾ ഒരു തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്താൽ നല്ലാണ്ട് വഴന്ന് കിട്ടും. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ നന്നായിട്ടൊക്കെ ഒന്ന് വാടി വന്നപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള പുളിവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പുളിവെള്ളത്തിൽ കിടന്നിട്ട് ഈ ഉള്ളി ഒന്നുണ്ട് ഒരു പകുതി വേവാവണം കേട്ടാ. അപ്പം നമുക്ക് നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിന് മെയിനായിട്ട് നാളികേരം നല്ല മൂത്ത നാളികേരം ആവണം കേട്ടോ. വറവ് നല്ല മൂക്കണം. അപ്പോൾ നമ്മൾ അരപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഉള്ളിയും തക്കാളിയും ഒക്കെ ഒന്ന് ഈ മസാലയിൽ കിടന്നിട്ട് ഒന്ന് വെന്ത് കറി ഒന്ന് വറ്റി വരാൻ കേട്ടോ. അപ്പോഴാണ് നമ്മളെ യഥാർത്ഥ ഉള്ളിത്തീയൽ റെഡിയാവുള്ളൂ. കുറച്ചധികം തന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയൊക്കെ ഒന്ന് തിളച്ച് ആ ഉള്ളിയൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. പിന്നെ ഒന്ന് ചെറിയ ചട്ടി തന്നെയാണ്, അതുകൊണ്ട് തന്നെ കറി ഒന്ന് തിളച്ച് പോണതൊക്കെ കാരണം ഒന്ന് തീ കുറച്ചിട്ടാണ് കേട്ടോ വെച്ച് കൊടുത്തുള്ളത്. അപ്പോൾ അതിലേക്ക് ഒരു ചെറിയ പീസ് ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് ഈ കറിയുടെ ഒരു യഥാർത്ഥ ടേസ്റ്റ് നമുക്ക് വരിക കേട്ടോ. അപ്പോൾ കറി നന്നായിട്ട് തിളച്ച് വന്നുകൊണ്ട് തീ ഞാൻ കുറച്ചിട്ട് തന്നെയാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. ചെറിയ ചട്ടി ആയതുകൊണ്ട് തന്നെ നല്ല ഇഷ്ടമാണ് കേട്ടോ എനിക്ക് ഈ ഒരു ചട്ടിയിൽ കറി വയ്ക്കുന്നത്. അങ്ങനെ നമ്മളെ ലാസ്റ്റുള്ളൊരു ഇതാട്ടാ ഉള്ളിത്തീയലൊക്കെ റെഡിയായി ഞാൻ ഓഫാക്കിയിട്ട് കുറച്ച് നേരമായിട്ടാണ്. അപ്പോൾ അതിലേക്ക് നമുക്കൊരു വറവിടണം. കടുക്, കറിവേപ്പില, പച്ചമുളക് ഇല്ല കേട്ടോ. അപ്പോൾ അതൊക്കെ കൂടിയിട്ട് ഞാൻ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു രക്ഷയില്ല കേട്ടോ മക്കളെ. ഈ ഒരു കറി കണ്ടാൽ തന്നെ അറിയാലേ. അപ്പോൾ ഇപ്പോഴത്തെ മീനൊക്കെ കൂട്ടണേക്കാൾ നല്ല ഇടയ്ക്ക് ഇതുപോലെയൊക്കെ ഒന്ന് കറി വെച്ച് കഴിക്കാൻ കേട്ടോ. ഒരുണക്കലുണ്ട് വെച്ചിങ്ങനെ പറയാനുമില്ല അല്ലേ. അപ്പം ഇന്ന് ഇവിടെ പപ്പടമാണ് കേട്ടോ. പപ്പടം, കാബേജ് തോരൻ, മുട്ടയൊക്കെയാണ് കേട്ടോ. അപ്പം നമ്മൾ ജോലിക്ക് രാവിലെ ഇപ്പോൾ ഒരു കട്ടൻ ചായ നിർബന്ധം കേട്ടോ. അപ്പോൾ ഒരു ഗ്ലാസ് കട്ടൻ ചായ കൊണ്ടുകൊടുത്തവരെ ഇളം ചൂടിലിട്ടാ അത് കണ്ട് കുടിക്കും കേട്ടോ. പ്രായമായ കാരനായിരിക്കും നല്ല ഇഷ്ടം. എനിക്ക് അറിയണ്ടായിരുന്നില്ല കേട്ടോ പുള്ളി കട്ടൻ ചായ പ്രിയെന്ന്. അപ്പോൾ ഏട്ടൻ പറയേ ഒരു ദിവസം ഏട്ടന് ചായ കൊടുത്തപ്പോഴേ കുറച്ച് ഒഴിച്ചു കൊടുത്തപ്പോൾ ഓൾക്ക് നല്ല ഇഷ്ടം കട്ടൻ ചായ എന്ന് പറഞ്ഞു. അപ്പം ഇന്ന് ഞാൻ കോഴിക്കുള്ള ഒരു തീറ്റയാണ് കേട്ടോ റെഡിയാക്കണത്. അപ്പോൾ കേബേജിൻ്റെ തോലുണ്ട്, ചോളത്തവിടുണ്ട്, കുറച്ച് ചോറുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ കൂടിയിട്ട് നമ്മളെ കോഴിത്തീറ്റ കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ കോഴിക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ അപ്പൂന് ഒന്ന് ചോറൊക്കെ ആയിട്ട് പോയതാണ് കേട്ടോ. ഓനപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇറക്കയില്ലാന്ന്. അപ്പോൾ അവിടെ പുറത്ത് ചോറ് വെച്ച് കൊടുക്കുമ്പോൾ ഓൻ ഉള്ളിൽ പോയിക്കും. എന്താ വെച്ചാൽ ഓൻ അവിടെയാണ് ഇപ്പോൾ ഇഷ്ടമായി, അത്രയും ചൂടല്ലേ. അപ്പോൾ ഞാൻ ചോറൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ മാറി നിൽക്കും കേട്ടോ. പിന്നെ തിന്നടാ എന്നൊക്കെ ഒന്ന് പറയണോ, അപ്പോഴാണ് കേട്ടോ വന്ന് തിന്നുള്ളൂ. അപ്പോൾ നല്ല അഭിമാനിയാണ്. അങ്ങനെ നമ്മളെ മുല്ലേമ്മലൊക്കെ നിറയെ പൂവും മൊട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു ഉണങ്ങിയ പോലെയായിരുന്നു, ഇപ്പോൾ ഒക്കെ ഒന്ന് പൊടിച്ച് വരുന്നുണ്ട്. അതുപോലെ നമ്മളെ വഴുതനങ്ങയൊക്കെ നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട് കേട്ടോ. പിന്നെ നല്ല വൃത്തിയിൽ തിന്നൂട്ട്. അങ്ങനെ അപ്പു ചോറ് ഒരു വറ്റ് പാത്രത്തിലില്ലാതെ തിന്നൂട്ടാ. നല്ല നമുക്കിങ്ങനെ നോക്കി നിൽക്കാൻ തോന്നും. അപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ കുട്ടുമ്മ വന്നിട്ട മക്കളെ. എന്നിട്ട് ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കിടക്കുമ്പോൾ എൻ്റെ മടിയിൽ വന്ന് കിടക്കുക കേട്ടാ. എൻ്റെ കുട്ടുമോനൊക്കെ മിസ് ചെയ്ത് 2 ദിവസം. അപ്പം ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്ര തന്നെയുള്ളൂ കേട്ടോ.